ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫയൽസ് സിപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഈ ഒരു 3 ഫയൽസ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഒരു 3 ഫയൽസ് എടുത്തിട്ടുണ്ട്. ഈ ഫയൽസിനെ എല്ലാം സിപ്പ് ചെയ്ത് എങ്ങനെ ഒരൊറ്റ ഫയലാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നമ്മൾ ഇമെയിലിലും അല്ലെങ്കിൽ ഫോട്ടോസ്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫോട്ടോസ്, നിരവധി ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാം കൂടെ അയച്ചു കൊടുക്കുന്നതിന് പകരം ഒറ്റ ഫയലായിട്ട് നമുക്ക് സിപ്പ് ചെയ്ത ഫയൽ അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ റിസീവ് ചെയ്യുന്ന ആൾക്ക് ഒറ്റ ഫയലായിട്ട് കിട്ടി. പിന്നെ ആൾക്കത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ ഫോട്ടോസ് എല്ലാം കാണാൻ വേണ്ടി പറ്റും. അതേപോലെ ഫോട്ടോസ് മാത്രമല്ല, എല്ലാ ഡോക്യുമെൻറ്റ്സും നമുക്ക് അതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതെങ്ങനെ സിപ്പ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ കുറച്ച് വീഡിയോസ് ഉണ്ട്, ഇവിടെ കുറച്ച് ഈ ഫോൾഡറിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സും ഉണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് എങ്ങനെ സിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വിൻറാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായം ആവശ്യമാണ്. ജസ്റ്റ് വിൻറാർ എന്ന് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് വിൻറാർ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതാണ് വിൻറാറിൻ്റെ വെബ്സൈറ്റ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിലോട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഡൗൺലോഡ് വിൻറാർ ഉണ്ട്. അതേപോലെ ക്ലിക്ക് ഹിയർ ടു 32 ബിറ്റ് വേർഷൻ എന്നുണ്ട്. എൻ്റെ ഇത് 64 ബിറ്റ് വേർഷൻ ആയതുകൊണ്ട് ഞാൻ ഈ ഡൗൺലോഡ് വിൻറാർ എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങളത് 32 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ വിൻറാർ എന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 32 ആണോ 64 ആണോ എന്ന് നിങ്ങളുടെ സിസ്റ്റം എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഈ ഒരു ബ്ലാങ്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സിസ്റ്റം പ്രോപ്പർട്ടീസ് കാണാം. അതിനകത്ത് ഇവിടെ സിസ്റ്റം ടൈപ്പ് 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ നിങ്ങളത് 64 ആണോ 32 ആണോ എന്നുള്ളത് കണ്ടെത്തിയതിന് ശേഷം കറക്റ്റ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ ഡൗൺലോഡ് വിൻറാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ശേഷം താഴെയുള്ള ഡൗൺലോഡ് വിൻറാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇൻ കേസ് ഡൗൺലോഡ് സ്റ്റാർട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ ഡൗൺലോഡ് സ്റ്റാർട്ടായിട്ടില്ല, അതുകൊണ്ട് ക്ലിക്ക് ഹിയർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഡൗൺലോഡ് ആവേണ്ടത് എന്നുള്ള പാത്ത് കാണിച്ചു കൊടുത്ത് ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കാം. ഇവിടെ നോക്കിയാൽ കാണാം ഇതെൻ്റെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ജസ്റ്റ് 3.8 MBയുടെ ഒരു ചെറിയ ഫയലാണ്. ആ ഡൗൺലോഡ് ആയ ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, യെസ് എന്ന് കൊടുക്കാം, ദെൻ ഇൻസ്റ്റാൾ, ഓക്കെ, ഡൺ. ഇപ്പോൾ എൻ്റെ ആ വിൻഡോ എന്നുള്ള സോഫ്റ്റ്വെയർ ഈ ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ഏത് ഫയലാണോ സിപ്പ് ചെയ്യേണ്ടത് ആ ഫയൽ ഓപ്പൺ ചെയ്യാം. എനിക്കിപ്പോൾ ഈ 3 ഫയലാണ് സിപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ Ctrl+A ഓൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് 3 സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ ആഡ് ടു ആർക്കൈവ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 2 ഫോർമാറ്റ് ചോദിക്കുന്നുണ്ട്, റാർ വേണോ സിപ്പ് വേണോ. ഞാനിവിടെ സിപ്പ് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഫയൽ നെയിമും ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ടെസ്റ്റ് എന്ന് കൊടുക്കാം. പിന്നെ ഇവിടെ സെറ്റ് പാസ്വേഡ്, നമുക്കിതിനകത്ത് ഈ സിപ്പ് ചെയ്യുന്ന ഈ ഒരു ഫയൽ നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്ഷൻ കൂടി ചെയ്യാവുന്നതാണ്. അതായത് അൺസിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് അൺസിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് പാസ്വേഡ് പ്രൊട്ടക്ഷനും കൂടി എനേബിൾ ചെയ്യാൻ പറ്റും. ഞാനിവിടെ അത് ചെയ്യുന്നില്ല. ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കാം, യെസ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം അത് ഈ 3 ഫയലും ഒറ്റ ഫയലായിട്ട് സിപ്പായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓപ്പൺ ആവാത്തത് ഫയൽ സിപ്പ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്യാം. യെസ്, ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയാം. യെസ്, ആ എല്ലാ ഫയലും ഈ ഒരു ഫോൾഡറിൽ സിപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അൺസിപ്പ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഫോൾഡറിലോട്ട് ഇത് മാറ്റാം. ഞാനിപ്പോൾ ഈ ഒരു ഫോൾഡറിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. ഇതിനെ
ഈ ഒരു ടെസ്റ്റ് എന്നുള്ള നമ്മളിപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ളത് എങ്ങനെ അൺസിപ്പ് ചെയ്യാന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്ട് ഹിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ യെസ് അതിപ്പോൾ അൺസിപ്പ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പാസ്വേഡ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നില്ല. ഇൻ കേസ് നമ്മൾ അവിടെ സിപ്പ് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അൺസിപ്പ് ചെയ്യുന്ന ഈ സമയത്ത് ഇവിടെ പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് അൺസിപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതിവിടെ അൺസിപ്പായി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് നമ്മുടെ ഫയൽസിനെയൊക്കെ ഒരുപാട് ഫയൽസിനെയൊക്കെ ഇതേപോലെ സിപ്പ് ചെയ്ത് ഒറ്റ ഫയലാക്കിയിട്ട് വേറെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും നമുക്ക് അത് സൂക്ഷിച്ചു വെക്കാനും എല്ലാം വളരെ എളുപ്പമായിരിക്കും. താങ്ക് യു.